ഓണം പ്രധാനമായും ചിങ്ങമാസത്തിലാണ് ആഘോഷിക്കുന്നത്. മലയാളികളുടെ പുതിയ വർഷം തുടങ്ങുന്നത് ചിങ്ങമാസത്തിലാണ്. വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് ഓണം. ഈ സമയത്ത് വയലുകൾ സമൃദ്ധമാകും. അതുകൊണ്ട് ഓണത്തെ വിളവെടുപ്പ് ഉത്സവമായും കണക്കാക്കുന്നു. ഓണം 10 ദിവസത്തെ ആഘോഷമാണ്. ഓരോ ദിവസത്തിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. 1. അത്തം. പൂക്കളമിടാൻ തുടങ്ങുന്ന ദിവസം. മഹാബലിയെ വരവേൽക്കാൻ അദ്ദേഹത്തിന്റെ പ്രജകൾ തയ്യാറെടുക്കുന്ന ദിവസമാണിത്. 2. ചിത്തിര. പൂക്കളം 2 നിരകളാക്കി വലിപ്പം കൂട്ടുന്നു. 3. ചോതി. വിവിധ തരം പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം കൂടുതൽ ഭംഗിയാക്കുന്നു. 4. വിശാഖം. ഈ ദിവസം മുതൽ ഓണസദ്യക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. 5. അനിഴം. വള്ളംകളി മത്സരങ്ങൾ ഈ ദിവസം നടക്കാറുണ്ട്. 6. തൃക്കേട്ട. പുതിയ പൂക്കൾ ഉപയോഗിച്ച് പൂക്കളം കൂടുതൽ വലുതാക്കുന്നു. 7. മൂലം. ഈ ദിവസമാണ് ഓണസദ്യ ഒരുക്കി തുടങ്ങുന്നത്. 8. പൂരാടം. മഹാബലിയുടെ പ്രതിമകൾ വീട്ടിൽ വെച്ച് പൂജിക്കുന്നു. 9. ഉത്രാടം. ഓണത്തിന്റെ തലേ ദിവസമാണിത്. ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങുന്ന ദിവസമാണിത്. ഓണക്കോടി വാങ്ങുന്നതും ഈ ദിവസമാണ്. 10. തിരുവോണം. ഓണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണിത്. മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നാണ് വിശ്വാസം. ഓണം കേരളത്തിന്റെ ദേശീയ ഉത്സവമാണ്. ജാതിമത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഈ ഉത്സവം സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഓരോ വർഷവും ചിങ്ങമാസത്തിലെ അത്തം മുതൽ തിരുവോണം വരെയാണ് പ്രധാന ആഘോഷങ്ങൾ. ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രചാരത്തിലുള്ള ഐതിഹ്യം മഹാബലി എന്ന അസുര ചക്രവർത്തിയുടേതാണ്. പ്രജകളെ സ്വന്തം മക്കളെ പോലെ സ്നേഹിച്ച് നീതിപൂർവം ഭരിച്ചിരുന്ന മഹാബലിയുടെ ഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കാൻ മഹാവിഷ്ണു വാമനനായി അവതരിച്ചു. മഹാബലിയോട് 3 അടി മണ്ണ് യാചിച്ചു. ദാനശീലനായിരുന്ന മഹാബലി യാചകനായ വാമനന് 3 അടി മണ്ണ് അളന്നെടുക്കുവാൻ അനുവാദം നൽകി. വാമനൻ ആകാശം മുട്ടി വളർന്നു. ആദ്യത്തെ 2 അടിക്ക് ഭൂമിയും സ്വർഗവും അളന്നു. 3-ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ മഹാബലി തന്റെ ശിരസ് കാണിച്ചു കൊടുത്തു. വാമനൻ 3-ാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് അയച്ചു. എന്നാൽ തന്റെ പ്രജകളെ വർഷത്തിലൊരിക്കൽ വന്നു കാണാൻ മഹാബലിക്ക് അനുവാദം നൽകി. അങ്ങനെ ഓരോ വർഷവും തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ കാണാൻ എത്തുന്നു എന്നാണ് വിശ്വാസം. ഈ വരവിനെ വരവേൽക്കാൻ ആണ് ഓണം ആഘോഷിക്കുന്നത്. അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസങ്ങളാണ് ഓണാഘോഷം പ്രധാനമായും നടക്കുന്നത്. അത്തം ഓണത്തിന്റെ ആദ്യ ദിവസമാണിത്. ഈ ദിവസം മുതലാണ് വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത്. പൂക്കളം ഓണാഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ്. പൂക്കളം ഇടുന്നത് ആദ്യ ദിവസം ചെറിയ പൂക്കളമാണ് ഇടാറ്. ഓരോ ദിവസവും പൂക്കളത്തിന്റെ വലിപ്പം കൂട്ടി 10-ാം ദിവസമായ തിരുവോണത്തിന് വലിയ പൂക്കളം ഒരുക്കുന്നു. ഓണസദ്യ ഓണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ്. പലതരം കറികളും പായസവും ചേർന്ന വിഭവസമൃദ്ധമായ സദ്യയാണ് ഓണത്തിന് ഉണ്ടാകുന്നത്. പരിപ്പ്, സാമ്പാർ, കാളൻ, ഓലൻ, എരിശ്ശേരി, അവിയൽ, തോരൻ, പച്ചടി, കിച്ചടി, പുളിയിഞ്ചി, നാരങ്ങ, മാങ്ങ, പപ്പടം, ഉപ്പേരി, ശർക്കര വരട്ടി, പായസം എന്നിവയെല്ലാം ഓണസദ്യയിലെ വിഭവങ്ങളാണ്. വാഴയിലാണ് സദ്യ വിളമ്പുന്നത്. വിവിധ തരം നാടൻ കളികളും ഓണത്തിനോടനുബന്ധിച്ച് അരങ്ങേറാറുണ്ട്. പുലികളി, വടംവലി, തുമ്പിതുള്ളൽ, കൈകൊട്ടിക്കളി, ഓണത്തല്ല് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ഓണത്തിന് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഒരു പ്രധാന ആചാരമാണ്. ഇതിനെയാണ് ഓണക്കോടി എന്ന് പറയുന്നത്.
ഇവ കൂടാതെ ഓണപ്പാട്ടുകൾ പാടിയും ഊഞ്ഞാലാടിയും വിവിധ തരം കലാപരിപാടികൾ നടത്തിയും മലയാളികൾ ഓണം ആഘോഷിക്കുന്നു. കേരളീയരുടെ കൂട്ടായ്മയുടെയും ഐക്യത്തിന്റെയും ആഘോഷം കൂടിയാണ് ഓണം. ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി കാണുമെന്ന് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊള്ളുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണമേ എന്ന് വിനയത്തിന്റെ ഭാഷയിൽ അപേക്ഷിച്ചു കൊള്ളുന്നു. ഇനി അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയുമായി നമുക്ക് കാണാം കൂട്ടുകാരെ.